ഫോബ്സ് മാസികയുടെ വേൾഡ്സ് ഹയസ്റ്റ് പെയ്ഡ് അത്ലറ്റ്സ് എന്നൊരു റാങ്കിംഗ് ഉണ്ട്. അതായത് ഓരോ വർഷവും ഏറ്റവും അധികം സമ്പാദിക്കുന്ന സ്പോർട്സ് താരങ്ങളുടെ ലിസ്റ്റ്. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2015 മുതലുള്ള ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം കാണുന്ന പേര് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ലയണൽ മെസ്സി, ടെന്നീസ് ഇതിഹാസം റോജർ ഫെഡറർ, പിന്നെ ബോക്സിംഗ് ഇതിഹാസം ഫ്ലോയിഡ് മെയ്വെതർ, ഇവരുടെയൊക്കെ പേര് നമുക്ക് കാണാം. നമുക്കറിയാം ഇവരുടെയൊക്കെ മേഖലകൾ, അതായത് ഫുട്ബോൾ, ടെന്നീസ്, ബോക്സിങ്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും അധികം പണമിറങ്ങുന്ന സ്പോർട്സ് മേഖലകളാണ്. പക്ഷേ നിങ്ങൾ 2021 നോക്കൂ, ആ വർഷത്തെ ഹയസ്റ്റ് പെയ്ഡ് സ്പോർട്സ് പേഴ്സൺ എന്നുള്ളത് കോർണർ മക്ഗ്രഗറാണ്. അദ്ദേഹത്തിൻ്റെ ഇനം MMA, മിക്സഡ് മാർഷൽ ആർട്സ്, നമ്മുടെ WWFൻ്റെ ഒറിജിനൽ വെർഷൻ, അതായത് ഒറിജിനൽ അടി. പക്ഷേ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ഫുട്ബോളും ടെന്നീസും പോലെയുള്ള അത്രയും പൈസയൊന്നും ഇറങ്ങുന്ന ഒരു മേഖലയൊന്നുമല്ല. എന്നിട്ടും ഈ മക്ഗ്രഗർ 2021 ഹയസ്റ്റ് പെയ്ഡ് സ്പോർട്സ് പേഴ്സണായി മാറി. എങ്ങനെയാണെന്നല്ലേ, അതാണ് അയാളുടെ ഇൻസ്പിറേഷൻ സ്റ്റോറി. കേട്ടു നോക്കാം. UFC എന്ന MMA പ്രൊമോഷൻ കമ്പനിയാണ് മക്ഗ്രഗറിൻ്റെ തട്ടകം. 2013 ഒരു സാധാരണ ഫൈറ്ററായി മക്ഗ്രഗർ UFC-ലെത്തി. അന്ന് UFC-ക്ക് പ്രേക്ഷകരുണ്ട്, പക്ഷേ വെരി ലിമിറ്റഡ് എന്ന് പറയേണ്ടി വരും. MMA ആരാധകർ മാത്രം കാണുന്ന ഒരു സ്പോർട്സ് ഐറ്റം ആയിരുന്നു UFC അന്ന്. വളരെ ചെറിയ വരുമാനം മാത്രം ലഭിച്ച് സ്വന്തം ജീവൻ പണയം വെച്ച് ഫൈറ്റ് ചെയ്യുന്ന ഫൈറ്റേഴ്സാണ് അവിടെ ഉള്ളത്. അവിടേക്കാണ് മക്ഗ്രഗർ വരുന്നത്. മക്ഗ്രഗർ ഒരു എക്സെപ്ഷണൽ ഫൈറ്റർ തന്നെയാണ് കേട്ടോ. 10 വർഷത്തോളം UFC-ൽ തോൽവി അറിയാതെ മുന്നോട്ട് പോയിരുന്ന സൂപ്പർ സ്റ്റാർ ആയിരുന്ന ജോസ് ആൽദോനെ വെറും 13 സെക്കൻഡോട് നോക്കൗട്ട് ചെയ്തതൊക്കെ മക്ഗ്രഗറിനെ ഭയങ്കരമായിട്ട് ശ്രദ്ധേയനാക്കി. പക്ഷേ മക്ഗ്രഗറിനെ വളർത്തിയത് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡായിരുന്നു. തൻ്റെ ഫൈറ്റ്സിന് ഡിമാൻഡ് കൂടണമെന്ന ദൃഢനിശ്ചയം അയാൾക്കുണ്ടായിരുന്നു. ഓരോ ഫൈറ്റ്സിന് മുമ്പ് വരുന്ന ഫേസ് ഓഫ്, അതായത് ഇൻ്റർവ്യൂസ്, അങ്ങനെയൊക്കെ വരുമ്പോൾ ഇയാളുടെ എതിരാളികളെ പച്ചയ്ക്ക് തെറി പറഞ്ഞ് ട്രാഷ് ടോക്ക് ചെയ്തിട്ടാണ് ഇദ്ദേഹം ശ്രദ്ധ നേടിയത്. ഇതിനൊപ്പം തന്നെ ഒടുക്കത്തെ ആറ്റിറ്റ്യൂഡും സ്റ്റൈലിഷ് ആയിട്ടുള്ള വരവും എല്ലാം കൂടി ആകുമ്പോൾ മക്ഗ്രഗർ ഒരു ഐക്കണായി മാറി തുടങ്ങി. ഇതൊക്കെ ഇയാൾക്ക് ഒരുപാട് ആരാധകരെ ഉണ്ടാക്കി കൊടുത്തു. അതേസമയം തന്നെ ഹെയ്റ്റേഴ്സും ഒരുപാടുണ്ടായി. ഇയാളെ ഇഷ്ടപ്പെട്ടിട്ട് ആരാധകർ ഒരുപാട് വരും. അതേപോലെ തന്നെ ഇയാളൊന്ന് തോറ്റ് കാണണം എന്ന ആഗ്രഹത്തോടു കൂടി ഹെയ്റ്റേഴ്സും ഒരുപാട് വരും. അതോടെ മക്ഗ്രഗറുടെ ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഇരച്ചു കയറുന്ന ഫൈറ്റുകളായി മാറി. UFC-യുടെ എല്ലാവിധ വ്യൂവർഷിപ്പും കുതിച്ചുയർന്നു. ഇതിനിടയിൽ ബോക്സിങ്ങിൽ പോയിട്ട് മെയ്വെതറുമായിട്ട് ഒരു ഫൈറ്റും അദ്ദേഹം നടത്തിയിട്ടോ. സംഭവം അതിൽ അദ്ദേഹം തോറ്റുപോയെന്നെങ്കിലും അദ്ദേഹത്തിന്റെ പണവും പ്രശസ്തിയും എല്ലാം ഒരുപാട് വർദ്ധിച്ചു. മക്ഗ്രഗറിന്റെ ഈ ഒരു പോപ്പുലാരിറ്റി ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്പോർട്സ് ഐറ്റമായിട്ട് UFC-ക്ക് മാറാൻ അവസരമൊരുക്കി. ഫൈറ്റേഴ്സിന് അവരുടെ ഫൈറ്റിന്റെ വ്യൂവർഷിപ്പിനനുസരിച്ച് പ്രതിഫലം നൽകാനൊക്കെ UFC തീരുമാനിച്ചത് മക്ഗ്രഗർ കാരണമാണ്. UFC-ലെ ലെജൻഡറി ഫൈറ്ററായ ഖബീബുമായി നടന്ന മത്സരത്തിൽ മക്ഗ്രഗർ തോറ്റു. പക്ഷേ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ വ്യൂവർഷിപ്പിലും വരുമാനത്തിലുമുള്ള എല്ലാ റെക്കോർഡുകളും ഭേദിച്ചാണ് ആ മാച്ച് അവസാനിച്ചത്. സ്വന്തം വിസ്കി ബ്രാൻഡ്, മറ്റ് ബിസിനസ്സുകൾ, പിന്നെ ഹോളിവുഡ് മൂവീസ്, ഇങ്ങനെ പല മേഖലകളിലേക്ക് മക്ഗ്രഗർ ആ സമയം കൊണ്ട് വളർന്നു. ഒരു സമ്പന്നനായി അദ്ദേഹം മാറിക്കഴിഞ്ഞു. തന്നെ സ്വയം ഒരു പ്രൊഡക്റ്റായി കണ്ട് അതിനെ മാക്സിമം സെയിൽ ചെയ്ത് ആ ഇൻഡസ്ട്രിയെ തന്നെ വളർത്തിയെടുത്ത ദ നൊട്ടോറിയസ് എന്ന വിളിപ്പേരുള്ള മക്ഗ്രഗർ പണവും പ്രശസ്തിയും റിച്ച് ലൈഫും അങ്ങനെ അയാൾ ആഗ്രഹിച്ചതെല്ലാം നേടി. മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം എന്ന് നമ്മൾ പറയാറില്ലേ, അതിൻ്റെ റിയൽ എക്സാമ്പിൾ.